Zoho Books നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണല്ലേ. സോ അതിലൊരു അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി നമുക്കിന്ന് നോക്കാം. നമ്മൾ നമ്മുടെ കമ്പനിയിൽ പർച്ചേസ് നടത്താറുണ്ട്. ആ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ സെയിലും ചെയ്യാറുണ്ട്. പക്ഷേ ഈ പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ സാധനങ്ങളും സെയിൽ ചെയ്യാറുണ്ടോ? ഇല്ലല്ലേ. കുറച്ച് ഐറ്റംസ് മിച്ചം വന്നേക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെയർഹൗസിൽ കൊണ്ടുപോയി വയ്ക്കും. വെയർഹൗസിൽ കൊണ്ട് വച്ചാൽ അതിനെ അവിടെ അങ്ങനെ തന്നെ വയ്ക്കുവാണ്. നമ്മൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യും. അതിൻ്റെ ഫിസിക്കൽ വേരിഫിക്കേഷൻ നടത്തും അല്ലേ. നമ്മൾ കൊണ്ടുവച്ച ഗുഡ്സ് അതേപോലെ തന്നെ ഉണ്ടോ, അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചോ എന്നൊക്കെ അറിയാനാണ് നമ്മൾ ഈ വേരിഫിക്കേഷൻ ചെയ്യുന്നത്. അങ്ങനെ വേരിഫൈ ചെയ്യുന്ന ഐറ്റത്തിൽ ചില ഗുഡ്സിന് എന്തെങ്കിലും കേടുപാട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്റ്റോക്ക് ഐറ്റം റൈസ് ബാഗ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ സെയിലെല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന സ്റ്റോക്ക് വെയർഹൗസിൽ കൊണ്ടുചെന്ന് വെച്ചു. നമ്മൾ പിന്നീട് അതിൻ്റെ ഫിസിക്കൽ വേരിഫിക്കേഷൻ ചെയ്യുന്ന ടൈമിൽ ഒരു 2 ഐറ്റത്തിന് ഡാമേജ് കണ്ടു. നമുക്കതിൻ്റെ ആ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കുന്നു. അതിനു വേണ്ടിയുള്ള ഫീച്ചറാണ് ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ്. സെറ്റിംഗ്സിലെ പ്രിഫറൻസ് എടുക്കുക. അതിൽ ഐറ്റംസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ എനേബിൾ ഇൻവെൻട്രി ട്രാക്കിംഗ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോക്കിൽ ഓപ്പണിംഗ് ക്വാണ്ടിറ്റിയും റേറ്റും കൊടുക്കുക. ഇനി നമ്മുടെ ഐറ്റം ഫീൽഡിൽ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു ഫീൽഡ് കൂടെ വന്നിട്ടുണ്ടാകും. അത് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് കൊടുക്കണം. ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെൻ്റ് ആണോ അതോ വാല്യൂ അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എന്ന് കൊടുക്കണം. ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കുറവിനെയോ കൂടുതലിനെയോ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കും. വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റോക്കിൻ്റെ വിലയിൽ വരുന്ന മാറ്റങ്ങളെ കാണിക്കാനും ഉള്ളതാണ്. അതിനുശേഷം ഈ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡേറ്റും അക്കൗണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റീസൺ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഐറ്റം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന്. ഐറ്റം ഡാമേജ് ആയതുകൊണ്ടാണോ, അത് മോഷണം പോയതാണോ, അത് തീപിടുത്തത്തിൽ വല്ല നഷ്ടം വന്നതാണോ എന്നും കാണിക്കണം. അതിനുശേഷം ഐറ്റം ഡീറ്റെയിൽസിൽ ഏത് ഐറ്റമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക. എത്ര ക്വാണ്ടിറ്റിയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നും കൊടുക്കുക. ഇത്രയും കാണിക്കുക, സേവ് ചെയ്യുക. ഇങ്ങനെയാണ് സോഹോ ബുക്സിൽ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇൻവെൻട്രി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമല്ലോ. സോ നമുക്ക് അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.